ബ്രിട്ടനിലേക്ക് ജോലി ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും എഞ്ചിനീയർമാർക്കും മാനേജർമാർക്കും ഒരു വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കാനിരിക്കുകയാണോ? അല്ലെങ്കിൽ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന്റെ മറവിൽ ബ്രിട്ടനിലെ തൊഴിൽ വിപണിക്ക് പുതിയ വെല്ലുവിളികളാണോ സൃഷ്ടിക്കപ്പെടുന്നത്? ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ അഥവാ DCC എന്ന സാങ്കേതിക പദം എന്താണ്? എന്തുകൊണ്ടാണ് അത് ബ്രിട്ടനിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. വർഷങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും UK-യും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറായ കോംപ്രഹെൻസീവ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. ഈ കരാർ 2026 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി തീരുവ കുറയുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നു. ഇന്ത്യൻ വസ്ത്രങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ബ്രിട്ടനിൽ കൂടുതൽ വിപണി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ബ്രിട്ടീഷ് കാറുകൾ, വിസ്കി തുടങ്ങിയവയ്ക്ക് ഇന്ത്യയിൽ ക്രമേണ തീരുവ കുറയും. പക്ഷേ ഈ കരാറിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗം വ്യാപാരമല്ല, അത് ഡബിൾ കോൺട്രിബ്യൂഷൻസ് കൺവെൻഷൻ അഥവാ DCC ആണ്. വിദേശ രാജ്യത്ത് താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് സാധാരണയായി 2 രാജ്യങ്ങളിലും സാമൂഹ്യ സുരക്ഷാ വിഹിതം അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. ഉദാഹരണത്തിന്, ഒരു ഇന്ത്യൻ IT കമ്പനിയിലെ ജീവനക്കാരനെ 5 വർഷത്തേക്ക് ലണ്ടനിലേക്ക് അയച്ചുവെന്ന് കരുതുക. അയാൾക്ക് ഇന്ത്യയിൽ EPF പോലുള്ള പദ്ധതികളിലേക്കും ബ്രിട്ടനിൽ നാഷണൽ ഇൻഷുറൻസിലേക്കും പണം അടയ്ക്കേണ്ടി വരാം. അതായത് ഒരേ ശമ്പളത്തിൽ 2 തവണ സാമൂഹ്യ സുരക്ഷാ വിഹിതം. ഇതൊഴിവാക്കാനാണ് DCC. ഈ കരാർ പ്രകാരം നിശ്ചിത കാലയളവിലേക്ക് വിദേശത്തേക്ക് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരും അവരുടെ തൊഴിലുടമകളും ഒരേ സമയം 2 രാജ്യങ്ങളിലും സാമൂഹ്യ സുരക്ഷാ വിഹിതം അടയ്ക്കേണ്ടതില്ല. അവർ സ്വന്തം രാജ്യത്തെ പദ്ധതിയിലേക്കാണ് സംഭാവന തുടരുക. ഈ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് UK-യിലേക്ക് താൽക്കാലികമായി അയക്കപ്പെടുന്ന ജീവനക്കാർക്ക് UK-യിലെ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവ് ലഭിക്കും. അവർ ഇന്ത്യയിലെ EPF സംവിധാനത്തിൽ തന്നെ സംഭാവന തുടരും. ഇതിലൂടെ ശമ്പളത്തിൽ കൂടുതൽ തുക കൈവശം ലഭിക്കും. തൊഴിലുടമകൾക്കും ചെലവ് കുറയും. ഇന്ത്യൻ കമ്പനികൾക്ക് ബ്രിട്ടനിൽ ജീവനക്കാരെ നിയമിക്കാൻ കൂടുതൽ മത്സരശേഷി ഇതോടെ കൈവരുമെന്നർത്ഥം. IT, കൺസൾട്ടിംഗ്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകൾക്ക് വലിയ ഗുണമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. ഇത് ബ്രിട്ടനിലേക്ക് കുടിയേറുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമല്ല. ഈ ഇളവ് ലഭിക്കുന്നത് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ താൽക്കാലികമായി ബ്രിട്ടനിലേക്ക് അയക്കുന്ന ജീവനക്കാർക്ക് മാത്രമാകും. നിശ്ചിത വ്യവസ്ഥകൾ അവർ പാലിക്കേണ്ടതായുണ്ട്. സ്ഥിരതാമസത്തിനോ സ്ഥിര ജോലിക്കോ പോകുന്നവർക്ക് ഇത് സ്വാഭാവികമായി ബാധകമല്ല. ബ്രിട്ടനിലെ ചില രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും ഈ വ്യവസ്ഥയെ ശക്തമായി എതിർക്കുന്നു. അവരുടെ പ്രധാന വാദങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് തൊഴിൽ ചെലവ് കുറയും, അതുവഴി ബ്രിട്ടീഷ് കമ്പനികളുമായി അസമമായ മത്സരം ഉണ്ടാകും. ബ്രിട്ടീഷ് തൊഴിലാളികളെ അപേക്ഷിച്ച് ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികൾക്ക് കൂടുതൽ താൽപ്പര്യം ഉണ്ടാകുമെന്നാണ് അവരുടെ ആശങ്ക. നാഷണൽ ഇൻഷുറൻസ് വരുമാനത്തിലും കുറവ് വരാമെന്ന വിമർശനവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഇത് പുതിയൊരു ഇളവല്ല. ലോകത്തെ പല രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെന്റ്സ് നിലവിലുണ്ട്. ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി സമാന കരാറുകൾ നിലവിലുണ്ട്. അതിനാൽ ഇന്ത്യയുമായി സമാന വ്യവസ്ഥ കൊണ്ടുവന്നത് അസാധാരണം അല്ലെന്നാണ് ഇന്ത്യ പറയുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് FTAയുടെ ഏറ്റവും വലിയ ഗുണം കയറ്റുമതിയിലായിരിക്കും. വസ്ത്രങ്ങൾ, ലെതർ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, രത്നാഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കയറ്റുമതി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം സേവന മേഖലയിലും ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. DCC അതിന് ഒരു അധിക പ്രോത്സാഹനമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യ UK FTA വെറും തീരുവ കുറയ്ക്കുന്ന കരാർ മാത്രമല്ല, ഇത് വ്യാപാരം, സേവന മേഖല, നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവയെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന വലിയ സാമ്പത്തിക ഉടമ്പടിയാണ്. അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗമായ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകുമ്പോൾ ബ്രിട്ടനിൽ തൊഴിൽ മത്സരത്തെക്കുറിച്ചുള്ള പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറക്കുകയാണ്. ഈ കരാർ ദീർഘകാലത്ത് ഇന്ത്യയുടെ ആഗോള സേവന മേഖലാ ശക്തി വർദ്ധിപ്പിക്കുമോ, അതോ ബ്രിട്ടനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കടുത്ത വിവാദങ്ങൾക്ക് കാരണമാകുമോ എന്നതും വരും വർഷങ്ങളിൽ വ്യക്തമാകും.